നമസ്കാരം. ഇറാനിലെ അറാഖ് ആണവ കേന്ദ്രത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണവും അതിനെ തുടർന്ന് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഉപരോധിച്ചതും ആഗോള ഇന്ധന വിപണിയെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്ന വാർത്തകൾക്കിടയിൽ ഉണ്ടായ ഇസ്രായേലിന്റെ സൈനിക നടപടി പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുന്നുണ്ട്. ഇറാന്റെ ആണവായുധ നിർമ്മാണ പദ്ധതികളിൽ നിർണായക പങ്കുവഹിക്കുന്ന പ്ലാന്റിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെങ്കിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ ലോകമെമ്പാടുമുള്ള സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ആഗോളതലത്തിൽ പ്രതിവർഷം കടന്നുപോകുന്ന എണ്ണയുടെ 20% കൈകാര്യം ചെയ്യുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരുകയാണ്. ഇതിന്റെ നേരിട്ടുള്ള ആഘാതം ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പെട്രോൾ പമ്പുകളിൽ പ്രകടമായി കഴിഞ്ഞു. ബ്രിട്ടനിലെ പ്രമുഖ ഇന്ധന റീറ്റെയിലറായ ആസ്ഡ തങ്ങളുടെ പമ്പുകളിൽ പെട്രോൾ വിതരണം പരിമിതമാണെന്ന മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഡിമാൻഡ് വർദ്ധിച്ചതും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും കാരണം പലയിടങ്ങളിലും പമ്പുകൾ താൽക്കാലികമായി അടച്ചിടേണ്ട സാഹചര്യം നിലവിലുണ്ട്. ലിറ്ററിന് 150 പെൻസിന് മുകളിലേക്ക് ഇന്ധനവില ഉയർന്നത് കുടുംബ ബജറ്റുകളെയും ചരക്ക് ഗതാഗതത്തെയും പ്രതികൂലമായി ബാധിച്ചിരുന്നു. രാഷ്ട്രീയമായും ഈ നീക്കങ്ങൾ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുന്നുണ്ട്. ഒരു വശത്ത് ട്രംപ് ഭരണകൂടം സമാധാന ചർച്ചകൾക്ക് ഊന്നൽ നൽകുമ്പോൾ മറുവശത്ത് ഇസ്രായേൽ നടത്തുന്ന കടന്നാക്രമണങ്ങൾ നയതന്ത്ര മേഖലയിലെ വൈരുദ്ധ്യം തുറന്നുകാട്ടുന്നു. ഇറാൻ തങ്ങളുടെ ആണവ നിലയങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്കാണെന്ന് ആവർത്തിക്കുമ്പോഴും ഇസ്രായേൽ അതിനെ തങ്ങളുടെ നിലനിൽപ്പിനെതിരെയുള്ള ഭീഷണിയായാണ് കാണുന്നത്. ഇറാന്റെ വിപ്ലവ ഗാർഡുകൾ ഹോർമൂസ് കടലിടുക്ക് ശത്രുരാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നിരോധിച്ചതും മേഖലയിലെ യുദ്ധസമാനമായ സാഹചര്യം ദീർഘകാലം നിലനിൽക്കുമെന്ന സൂചനയാണ് നൽകുന്നത്. ഇന്ധനക്ഷാമം നേരിടുന്ന രാജ്യങ്ങളിൽ ടാക്സി സർവീസുകളും മറ്റ് ചരക്ക് നീക്കങ്ങളും അധിക നിരക്ക് ഈടാക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. അതേസമയം ഇന്ധനവില വർധനവിനിടയിൽ സർക്കാരുകൾ നടത്തുന്ന നികുതി പിരിവിനെതിരെ വ്യാപാര പ്രമുഖർക്കിടയിൽ കടുത്ത പ്രതിഷേധമുയരുന്നുണ്ട്. ഇന്ധനവില കൂടുമ്പോൾ സ്വാഭാവികമായും വർദ്ധിക്കുന്ന വാറ്റ് നികുതിയിലൂടെ ഖജനാവിലേക്ക് എത്തുന്ന അധിക വരുമാനം സാധാരണക്കാർക്ക് ആശ്വാസം നൽകാൻ ഉപയോഗിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഇന്ധന നികുതി കുറയ്ക്കാനും വാറ്റ് നിരക്കിൽ ഇളവ് വരുത്താനും തയ്യാറാകാത്ത സർക്കാർ നിലപാട് ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് തുല്യമാണെന്ന വിമർശനം ആസ്ഡ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ തലവന്മാർ ഉന്നയിക്കുന്നുണ്ട്. ഇസ്രായേൽ ഇറാൻ പോര് കേവലം ഒരു പ്രാദേശിക യുദ്ധം എന്നതിലുപരി ആഗോള സാമ്പത്തിക ഭദ്രതയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഭൗമരാഷ്ട്രീയ പ്രതിസന്ധിയായി മാറിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന തിരിച്ചടികൾ ഇന്ധന വിപണിയെ എപ്രകാരം ബാധിക്കുമെന്ന ആശങ്കയിലാണ് ലോകം. ചുരുക്കത്തിൽ ഇസ്രായേൽ ഇറാൻ പോര് വെറും ഒരു പ്രാദേശിക തർക്കം എന്നതിലുപരി ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ അടിമുടി പിടിച്ചുലയ്ക്കുന്ന ഗുരുതരമായ ഭൗമരാഷ്ട്രീയ പ്രതിസന്ധിയായി. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം നീണ്ടുപോയാൽ ലോകം സമാനതകളില്ലാത്ത ഊർജ്ജക്ഷാമത്തിലേക്കും വിലക്കയറ്റത്തിലേക്കും നീങ്ങുമെന്നുറപ്പ്. സമാധാന നീക്കങ്ങളെ മറികടന്നുള്ള സൈനിക നടപടികൾ നയതന്ത്ര പരാജയമായി വിലയിരുത്തപ്പെടുമ്പോൾ സാധാരണക്കാരുടെ ജീവിതഭാരം ലഘൂകരിക്കാൻ ഇന്ധന നികുതിയിൽ ഇളവ് വരുത്തണമെന്ന ആവശ്യം ആഗോളതലത്തിൽ തന്നെ ശക്തമാവുകയാണ്. വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹം സ്വീകരിക്കുന്ന നിലപാടുകൾ പശ്ചിമേഷ്യയുടെ സമാധാനത്തിനും ആഗോള വിപണിയുടെ സ്ഥിരതയ്ക്കും നിർണായകമാകും.